ഇപ്പോൾ നടൻ ഷറഫുദ്ദീൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷറഫുദ്ദീൻ, ഈ വിയോഗം അറിഞ്ഞു കാണും എന്നുള്ളതറിയാം. എത്തരത്തിലാണ് അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുന്നത്? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് വരുന്ന വഴിയാണ്. അറിയാവുന്ന പോലെ തന്നെ എൻ്റെ ലാസ്റ്റ് 2 സിനിമ അദ്ദേഹം ചെയ്തിരുന്ന അവസാനത്തെ 2 സിനിമകളിലും ഞാൻ ഉണ്ടായിരുന്നു. എനിക്കതിൽ ഭാഗമാവാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ സാർ ഇത്രയും ഇതായിട്ട് ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. അത് ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലുള്ള പുതിയകാല നടന്മാരുടെയൊക്കെ ഒരു നഷ്ടമായിരിക്കും എനിക്ക് തോന്നുന്നു. എല്ലാവരും ഷാഫി സാറിന് ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ഒരു 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 സിനിമാ സെറ്റിൽ ഒരിക്കലും അത്രയും ദിവസങ്ങൾ ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ മൊത്തം ഒരു 80-90 ദിവസങ്ങളുടെ 2 സിനിമയിലും കൂടിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ആരോടെങ്കിലും മുഖം ചുളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു എന്തെങ്കിലും ഒരു രീതിയിൽ വിഷമത്തോടെ ഒരിക്കലും സംസാരിക്കുന്ന പോലും കണ്ടിട്ടില്ല. അത് ഒരു ആക്ടർ എന്നല്ല, അതിന്റെ ക്രൂവിലുള്ള ഒരു മനുഷ്യനോട് പോലും അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന പോലെ കണ്ടിട്ടില്ല. വളരെ ജോളിയായിട്ട് നമ്മുടെ സിനിമാ സെറ്റിനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ലൈവായിട്ട് നിർത്തുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമാ സെറ്റുകൾ അദ്ദേഹം ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നു. അപ്പം അത് മാത്രമല്ല, നമുക്കറിയാം ഒരു കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന സിനിമകൾ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം നമ്പർ 1 ഫിലിം മേക്കർ ആയിരിക്കും ആ കാലഘട്ടത്തില്. ആ പതിറ്റാണ്ടിൽ അദ്ദേഹം മലയാള സിനിമയിൽ കൊണ്ടുവന്ന അത്രയും ഹിറ്റോ അല്ലെങ്കിൽ ഇന്ന് പറയുന്ന പോലത്തെ കോടികളോ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹമാണ് നമ്പർ 1 എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് നമ്മളിൽ നിന്ന് വിടവാങ്ങിയത്. തീർച്ചയായും ഇതെല്ലാം നഷ്ടമായി പോവുകയാണല്ലോ എന്നുള്ള സങ്കടമാണ്. ഷറഫിൻ്റെ ജീവിതത്തിലും നിർണായകമായ സ്ഥാനമുള്ള ഒരാളാണല്ലോ അല്ലേ? ഈ അവസാന ചിത്രം ആനന്ദം പരമാനന്ദം, അതിൽ ഒരു ഭാഗമാകാൻ സാധിച്ചു. എങ്ങനെയാണ് ആ ഓർമ്മകളൊക്കെ, എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? ഞാൻ ആദ്യത്തെ സിനിമ ചിൽഡ്രൻസ് പാർക്ക് ആയിരുന്നു. അപ്പൊ ചിൽഡ്രൻസ് പാർക്കിന് മുമ്പ് എനിക്ക് സാർ ഇപ്പോൾ 2 സിനിമകളിൽ പാച്ച് വർക്ക് ചെയ്യാൻ വന്നാണ് എനിക്ക് പരിചയമുള്ളത്. എന്ന് വെച്ചാൽ സാറിന്റെ ഫ്രണ്ട്സ്, അപ്പൊ റാഫി സാറിന്റെ റോൾ മോഡൽസിനും വേറൊരു സിനിമയിൽ ഒരു സീൻ ഈ ഒരേ സമയം 2 യൂണിറ്റ് വരുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ആൾക്കാരത്തേക്ക് സിനിമകളിൽ അദ്ദേഹം വരും. അങ്ങനത്തെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര വലിയ ഹിറ്റ് മേക്കറാണ്. പക്ഷെ അദ്ദേഹം വന്ന് ആ ദിവസം ആ സീനെല്ലാം ഈ ജോർജ് സ്പൂർ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ അസോസിയേറ്റിന്റെ സിനിമയായിരുന്നു. അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറുടെ സിനിമയാണ്. അപ്പോൾ ഒരു ദിവസം കുറച്ച് തിരക്കുള്ള ദിവസമായി കഴിഞ്ഞപ്പോൾ 2 സ്ഥലത്ത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ അദ്ദേഹമാണ് വന്നിട്ട് ഞങ്ങളുടെ ഒരു സീൻ ഷൂട്ട് ചെയ്തത്. അന്നാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. ഇതുപോലെ തന്നെ റോൾ മോഡൽസിന്റെ ഷൂട്ടിംഗ് ടൈമിലും പരിചയപ്പെട്ടത് കണ്ടു. പിന്നീട് ഈ പറഞ്ഞ പോലെ എന്നെ ഈ പറഞ്ഞ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന സിനിമയിൽ വിളിക്കുകയായിരുന്നു. അവിടെ വെച്ച് കൂടുതൽ ഞങ്ങൾ ഇതായി. പിന്നീട് ആനന്ദം പരമാനന്ദത്തിലേക്ക് എന്നെ വിളിക്കുമായിരുന്നു അദ്ദേഹം. എന്നാലും വളരെ നന്ദി ശ്രീ ഷറഫുദ്ദീൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.